നമസ്കാരം. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ദിവസം സൂര്യൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കും, നാളെ രാവിലെ നേരം വെളുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു, കുറച്ചു നേരം കൂടെ കൂടുതൽ ഉറങ്ങാലോ. അതെ അതെ, സ്കൂളിൽ വൈകി വെളുത്തിരുന്നെങ്കിൽ. അതെ, ഭയങ്കര മടിയായിരുന്നു, അപ്പൊ സ്കൂളിൽ പോകണ്ട, ഇങ്ങനെയുള്ള ഒരു കാര്യമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു എന്നൊക്കെ. അതെ അതെ അതെ. പക്ഷെ പിന്നെ നമ്മളിങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോൾ ഒരു ദിവസം സൂര്യൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ശരിക്കും പ്രകാശമില്ലാത്ത സമയത്ത് നമ്മൾ ഉറങ്ങി നീക്കും. പക്ഷെ നമ്മുടെ ഉറക്കം കഴിയുന്ന സമയത്ത്, ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന സമയത്തും പ്രകാശമില്ലെങ്കിൽ ശരിക്കും നമുക്ക് ആക്ടിവിറ്റീസ് എന്നുള്ളൊരു കാര്യത്തിന് ചെന്ന ഒരു വലിയ തടസ്സമാണ് അല്ലേ, നമ്മുടെ റെഗുലർ ആക്ടിവിറ്റീസ് നടന്നു പോകാതെ. നമ്മൾ പറയാറുണ്ട് അന്റാർട്ടിക്കയിലൊക്കെ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ജനവാസമില്ല, അതുകൊണ്ട് തന്നെ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടാകുന്നില്ല. പക്ഷെ ജനവാസമുള്ള ഇടങ്ങളിൽ 6 മാസം പകലാവുകയും 6 മാസം സൂര്യൻ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ വയ്യ, പറ്റില്ല. അതെ അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ. ആ ഒരു റിസൾട്ട് ഉള്ള ഒരു സ്ഥലങ്ങൾ, ഒരു സ്ഥലമുണ്ട്. നോർവേയിലാണ് ഈ സ്ഥലം. നോർവേയിലെ ജുഗൻ വാലി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇതിനു മുമ്പ് RJUGE എന്നാണ്. അപ്പം ആ ശരിക്കും ജുഗൻ എന്നാണ്, അത് സൈലന്റ് ആയിട്ട് വരികയാണ്. അപ്പം ഈ ഒരു ജുഗൻ വാലിയിൽ മൊത്തത്തിൽ ഇരുട്ടാണ്. അവരുടെ ആ ഒരു ഫാൾ, അതായത് ശിശിരം മുതൽ വിന്റർ സമയം, മാർച്ച്, അതെ അതെ, എൻറ്റയർ വിന്റർ ഇരുട്ടാണ്. ഈ ഇരുട്ടിനുള്ള കാരണം എന്താന്ന് പറഞ്ഞാല് വാലിയാണ് അല്ലെ, പേര് പോലെ തന്നെ ഇതൊരു വാലിയാണ്. ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, എങ്ങനെ അവിടെയുള്ള ജനങ്ങൾ അവിടെ ജീവിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ വളരെ കുറഞ്ഞ ജനവാസമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. കേവലം 3400 3500 അത്രയൊക്കെ ആളുകളെ ഈ പ്രദേശത്തുള്ളൂ. അതെ, കൂറ്റൻ മലകൾ എന്താണ് ആ സൂര്യപ്രകാശം വരുന്നതിനെ തടയുന്നെങ്കിൽ ഈ മലകൾ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് ഓപ്പോസിറ്റ് ആയിട്ട് മിറേഴ്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മിറേഴ്സ് നേരെ സൂര്യൻ ഉദിക്കുന്നതിനെ അത്രയും നല്ല പൊക്കത്തിലാണ്, അതെ അതെ, നല്ല ഉയരത്തിലാണ് ഈ മിറേഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്ത് ഈ സിറ്റിയിലേക്ക് ലൈറ്റ് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത് സാം എയ്ഡൻ എന്ന് പറയുന്ന ഒരാളാണ്. 100 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത്. സാം എയ്ഡൻ തന്നെയാണ് ഈ സിറ്റി ഉണ്ടാക്കിയതും. സിറ്റിയുടെ അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നതും. പക്ഷെ അതൊരു മോഡേൺ ടെക്നോളജീസിന്റെ സഹായത്തോടെ ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുള്ളൂ, അല്ലെങ്കിൽ സാധ്യമാകുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരിക്കലും സാധ്യമായിരുന്നില്ല. കേവലം ഈ 2012 അല്ലെ 2013 ഈ സിറ്റി ജുഗൻ വാലിയിൽ ശരിക്കും പറഞ്ഞാൽ മിറേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തത്. പക്ഷേ 2006 വീണയ്ക്ക് അറിയാമോ, ഇറ്റലിയിൽ ഒരു ഇതുപോലൊരു വാലിയിൽ അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹീലിയോസ്റ്റാറ്റ്സും മിറേഴ്സും വെച്ചിട്ട് പ്രകാശിപ്പിക്കുന്ന ലൈറ്റ് 6500 സ്ക്വയർ ഫീറ്റിൽ മാത്രമാണ് ലഭിക്കുന്നുള്ളൂ. അതെ, സിറ്റിയുടെ ടൗൺ ഹാളിന് മുന്നിൽ. അപ്പോഴും ഒരു കാര്യം പറഞ്ഞു, ഹീലിയോസ്റ്റാറ്റ്, അതെന്താണ് നമുക്ക് ഒരു അത്ഭുതം തോന്നാം. ഈ സൂര്യൻ നീങ്ങുന്നതിനനുസരിച്ച്, സൂര്യൻ എന്തായാലും ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് നിൽക്കുന്നില്ല, സൂര്യൻ നീങ്ങുന്നതിനനുസരിച്ച് ഈ ഉപകരണവും നീങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ മിറേഴ്സ് എപ്പോഴും ഈ സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് വരുന്നതും. ഈ ഇത്രയും സ്ഥലത്ത് വളരെ ചുരുങ്ങിയ ഒരു ചുറ്റളവിലാണ് നമുക്ക് ഈ പ്രകാശം ലഭിക്കുന്നതെങ്കിൽ പോലും അത്രയും സ്ഥലത്ത് കൃത്യമായി എപ്പോഴും പ്രകാശം, സൂര്യൻ ഉള്ളിടത്തോളം സമയം പ്രകാശം ലഭിക്കുന്നതിന് ഈ ഒരു ഉപകരണമാണ് നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആ താഴ്വരയിലുള്ള ജനങ്ങളെ സഹായിക്കുന്നത്. ശരിക്കും ഒന്ന് ഓർത്ത് നോക്കൂ, ഇന്ന് രാവിലെ ഇച്ചിരി ഒന്ന് സൂര്യനെ കാണാനായിട്ട് നമുക്ക് ഒരു ബസ് പിടിച്ച് തമ്പാനൂർ വരെ പോകാം, അല്ലെങ്കിൽ എറണാകുളം വരെ പോകാം എന്നുള്ള ഒരു ചിന്ത, അങ്ങനത്തെ ഒരു ചിന്തയിൽ കഴിയുന്ന ഒരു ജനതയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. എപ്പോഴും എനിക്കൊരു സംശയം തോന്നാറുണ്ടായിരുന്നു. അതായത് അപ്പോൾ ഒരു മഴയുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ സൂര്യൻ മറഞ്ഞിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവർക്ക് എങ്ങനെ പ്രകാശം കിട്ടില്ല? ഒരു മിനിമം ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ചേക്കുന്ന ഒരു പ്രകാശം കിട്ടുമായിരിക്കാം അല്ലേ. ശരിക്കും അപ്പൊ ആ ഒരു നോട്ടിൽ, ആ ഒരു കൗതുകകരമായ ഒരു നോട്ടിൽ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം അല്ലേ. അതെ, ആദ്യ സെഗ്മെന്റ്. നമസ്കാരം, ഞാൻ ആഗിമ ശ്രീജിത്ത്. ഞാനൊരു കാർഡിയോളജി ലെക്ചറാണ്. മെസ്സസ് ഇന്ത്യ 2016 ഫൈനലിസ്റ്റ് ആയിരുന്നു.
ഞാനിവിടെ പനമ്പള്ളി നഗറിൽ ഡാൻസ് സിറ്റി അക്കാഡമി ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റൈൽസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഞാൻ ഒരു ആക്ച്വലി കാർഡിയാക് ടെക്നോളജിസ്റ്റാണ്. ഇപ്പം ഒരു ബ്രേക്ക് എടുത്തിട്ട് ലെക്ചർ പോസ്റ്റിലോട്ട് മാറിയതാണ്. അപ്പം ഐ എം പ്രട്ടി ഹാപ്പി വിത്ത് മൈ ജോബ്. അതുകൂടാതെ തന്നെ എല്ലാവരെയും പോലെ തന്നെ ഒരു പാഷനായിരുന്നു ഡാൻസും. കൊച്ചിലെ ഇപ്പം വീട്ടുകാരെ നിർബന്ധിച്ച് ഇതുപോലെ ഡാൻസിനെ കൊണ്ട് ചേർത്തു. പക്ഷെ മെഡിസിൻ വന്നപ്പോൾ അതവിടെ ഒരു ഗ്യാപ്പായി. പിന്നെ മാരേജ് കഴിഞ്ഞ ശേഷം വീണ്ടും ഡാൻസിലോട്ട് തന്നെ വന്നതാണ്. അത് പ്യുവർലി ഇൻ ടു ഡാൻസിങ് പ്രൊഫഷൻ അല്ല, നമ്മുടെ പാഷൻ പോലെ തന്നെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇപ്പം സ്റ്റൈലൊക്കെ മാറി. ഇപ്പോൾ കണ്ടംപററി, കഥക്, ഹിപ്പോപ്പ് അങ്ങനത്തെ സ്റ്റൈൽസാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതലും താല്പര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈൽസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂള് നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചതും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ശ്രീജിത്ത് മാസ്റ്റർ ഫിലിംസിലാണ് വർക്ക് ചെയ്യുന്നത്. കൊറിയോഗ്രാഫി ആണ് മാസ്റ്റർ. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മോഡേൺ കണ്ടംപററി ഡാൻസിലാണ്. പിന്നെ ഞങ്ങൾ യൂഷ്വലി ഇപ്പം ഓഫനായിട്ട് US, UK പുറത്തെ സ്ഥലത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ ബാലറ്റ്, കണ്ടംപററി, ഹിപ്പോപ്പ് അങ്ങനത്തെ സ്റ്റെപ്സ് എല്ലാം ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്ന അങ്ങനെ സ്കൂളൊന്നുമില്ല. അങ്ങനെയാണ് നമ്മളിങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ എന്താണെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പ്രീമിയർ അക്കാഡമി ആയിട്ട് തുടങ്ങിയത്. കുട്ടികൾക്ക് കുറച്ചും കൂടെ ഈ ബാലറ്റ് എന്താണ്, കണ്ടംപററി എന്താണെന്ന് അറിയാനുള്ള ചാൻസ്. ഇപ്പം റിയാലിറ്റി ഷോസിലൊക്കെ ഇപ്പോൾ ഇതാണ് ഒരു ട്രെൻഡായിട്ട് വരണത്. അപ്പോൾ ക്ലാസിക്കൽ സ്റ്റെപ്പൊക്കെ ഒന്ന് ഇച്ചിരി മാറി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന കോൺട്രിബ്യൂഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ ഒരു ഏജ് 3 തുടങ്ങിയിട്ട് ഏജ് 68 വരെയുള്ള കുട്ടികൾ ഞങ്ങൾക്കുണ്ട്. എല്ലാവരും ഈക്വലായിട്ട് തന്നെ പഠിച്ചു പോടും. ഇപ്പം പാർട്ടി ഡാൻസ് ആയാലും ലാറ്റിൻ സ്റ്റൈൽസ് ആയാലും എല്ലാം മിങ്കിൾ ചെയ്തിട്ട് ഒരേപോലെ കൊണ്ടുപോകാൻ അവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യണത്. അവരുടെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ അമ്മമാരുടെ ഇതൊന്നല്ല മോസ്റ്റ്ലി. നമ്മളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ ഒരു സ്റ്റൈലുമാണ് അവർ അഡോപ്റ്റ് ചെയ്യണത്. മിസ്സസ് ഇന്ത്യ കേരള ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇപ്പം കേരളത്തിലുള്ള മിസ്സസ് കല്യാണം കഴിച്ച എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു ബ്യൂട്ടി പേജൻ്റ് ആദ്യമായിട്ടാണ്, എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഇപ്പോൾ എല്ലാവരുടെയും ഒരു ക്യൂരിയോസിറ്റി പോലെ ഞാനും ഫോട്ടോസൊന്ന് അയച്ചു നോക്കി. അങ്ങനെ അയച്ചു. പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് പാലക്കാടായിരുന്നു ഞങ്ങളുടെ ഫിനാലെ. അത് കഴിഞ്ഞു. പിന്നെ അവിടെ നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഏജ് തുടങ്ങി മിസ്സസ് ഇന്ത്യ കേരള, ക്ലാസിക് മിസ്സസ് ഇന്ത്യ കേരള, ഞങ്ങളൊരു ഗ്രൂപ്പ് നെറ്റ്വർക്കാണ്. ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഓരോ തലത്തിലും നന്നായിട്ട് കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ള മിക്ക ആൾക്കാരും. ഈ 3 പേഴ്സണും കൂടെ ഞാൻ ഇപ്പോൾ ഒരു കാർഡിയോളജി ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത മോഡലിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒന്നാമത് ഈ സമയം വളരെ ചുരുക്കമാണ്. 24 hours വളരെ ഹാർഡാണ് എനിക്ക്. രാവിലെ ക്ലാസ്സിൽ പോവും, അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഇവിടെ 5 to 8 ക്ലാസ് തുടങ്ങും. ഈവനിങ് ക്ലാസ്സസ് ആണ് കൂടുതലും. അപ്പോൾ ഇവിടെ വന്ന് പാരലൽ ക്ലാസ്സസ് നോക്കണം, ഇതിൻ്റെ മാനേജിങ്. അതുമല്ല ഡാൻസ് സിറ്റി നമുക്ക് ടീം ഡാൻസ് സിറ്റി ഉണ്ട്. ടീം ഡാൻസ് സിറ്റി ഇച്ചിരി വലിയ ടീമാണ്. അതിൽ നമ്മളധികം അവാർഡ്സാണ് ഫോക്കസ് ചെയ്യണം. പ്രൊഡക്ഷൻ അവാർഡ്സിൽ ഇപ്പോൾ ലൈറ്റസ്റ്റ് നമ്മളിപ്പം ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഐഫ അവാർഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാവ്യയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് സിറ്റിക്ക് പുതിയ പ്രൊഡക്ഷൻ ഡാൻസിങ് സ്കൾപ്ചർ, അത് കളരി കണ്ടംപററി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ഇച്ചിരി ഹിറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു കളരി തന്നെ സീത എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ചെയ്യാനുള്ള പ്ലാനാണ്. മോസ്റ്റ്ലി നമ്മളുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസാണ് കൂടുതലും ചെയ്യണത്. ഫിലിം ഓറിയൻറ്റഡ് അല്ലാതെ മൊത്തം ഒരു സ്റ്റോറി ബേസിസിലാണ് പോണത്. എനിക്ക് എൻ്റെ പ്രൊഫഷൻ കാർഡിയോളജി പോലെ തന്നെയാണ്, സെയിം ഡാൻസും. പക്ഷെ നമുക്ക് ഇപ്പം
എൻ്റെ അറിവിൽ എല്ലാവർക്കും ഡാൻസ് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞു പോലും ആദ്യം പാട്ടിനേക്കാളേറെ ആദ്യം ഡാൻസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾക്കിപ്പോൾ അവർ ഡാൻസ് ചെയ്യുന്നത് കാണാനും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, അവർക്ക് കളിക്കാൻ അറിയാം. ഇവിടെ തന്നെ 3 വയസ്സായ കൊച്ചിന് അവർക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പോലും അറിയില്ല. പക്ഷെ അവർ നമ്മളുടെ കൂടെ മിററിൽ നോക്കി നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഫോക്കസ് ചെയ്ത് അവർ ചെയ്യും. നമുക്ക് അത്രമാത്രം മതി. പിന്നെ അവർ നമ്മളെ മോൾഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അങ്ങനെ ഓരോ കുട്ടീനും നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇതേപോലെ തന്നെയാണ് കാർഡിയോളജി ചെയ്യുമ്പോഴും ഓരോ ആൾക്കാരെ ലൈഫിലോട്ട് കൊണ്ടുവരുമ്പം അത് കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണ്. രണ്ടും ഒരേപോലെ തന്നെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഫാമിലി നല്ല സപ്പോർട്ടാണ്. 2 ഫാമിലി, എൻ്റെ ഫാമിലിയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും. ഹസ്ബൻഡാണ് ഇങ്ങനെ മിസ്സസ് ഇന്ത്യ കേരളയിൽ ഞാൻ വെറുതെ ഫോട്ടോ അയച്ചു. പിന്നെ എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് ഇപ്പോഴും എപ്പോഴും ഹസ്ബൻഡാണ് എല്ലാ കാര്യത്തിനും. അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഫീൽഡിലേക്ക് വരണ്ട അല്ലെങ്കിൽ ഡാൻസ് വേണ്ട ഫാമിലി മാത്രം മതി അങ്ങനത്തെ ഒരു നിർബന്ധമുള്ള ആളല്ല. എല്ലാം ഈക്വലി സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. പിന്നെ പുള്ളി കൂടുതൽ ഫിലിംസിലായതുകൊണ്ടും നമുക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറി ആണ്. അതുകൊണ്ട് അല്ലാതെ അങ്ങനെ അഭിനയം അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. ഡാൻസ് തന്നെ പാഷനായിട്ട് കൊണ്ടുപോകാം. ഇപ്പം ഞാൻ പഠിക്കുന്നത് ഞാനിപ്പോൾ കഥക്ക് പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് സിറ്റി ഇപ്പം രജിസ്റ്റേർഡ് ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ US-ലും UK-ലൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഇവിടെ തന്നെ കേരളയിൽ നിന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കാലിക്കറ്റ് അവിടെ ഇവിടെയൊക്കെ തുടങ്ങിക്കൂടെയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് സിറ്റി ഈ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. കൂടുതൽ പിള്ളേർ ഇതേപോലത്തെ ജിംനാസ്റ്റിക്സ് അങ്ങനത്തെ പുറത്തത്തെ സ്റ്റൈൽസ് കുറച്ചുകൂടെ കുട്ടികൾക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് നോളജ് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രാൻഡ് കുറച്ചും കൂടെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. എല്ലാവർക്കും ഇപ്പോൾ ഒരു മണി അങ്ങനെ മാറ്റേഴ്സ് അല്ല, എല്ലാവർക്കും വരാം, പഠിക്കാം, അവനവന് പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഞങ്ങളതുപോലെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഡാൻസ് എഡ്യൂക്കേഷനായിട്ട് തന്നെ കൊണ്ടുപോകാൻ. പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പം. പണ്ടത്തെ ആ ഗുരുകുല സമ്പ്രദായം അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഡാൻസിൻ്റെ രീതിയൊന്നും അല്ല ഇപ്പം. എന്നാലും നമ്മൾക്ക് ചെയ്യാവുന്ന അത്രയും ഇപ്പം വരിക, നമസ്കരിക്കുക, അങ്ങനത്തെ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റൈൽസ് ഇൻ്റർനാഷണൽ ആണെന്നുള്ളൂ. ആ ഒരു ഗുരു ശിഷ്യ ബന്ധം അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുള്ള അക്കാഡമിയാണ്.